കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നികുതി വെട്ടിച്ച് തണ്ടിക്കടത്ത്. തെക്കും ചന്ദനവും ഉൾപ്പെടെയുള്ള മരത്തടികളാണ് ചെക്ക് പോസ്റ്റിലൂടെ കടത്തുന്നത്. വർഷങ്ങളായി പണം വാങ്ങി നടത്തുന്ന തടിക്കടത്തിന്റെ തെളിവുകൾ ന്യൂസ് മലയാളത്തിന്. പിടിക്കപ്പെട്ടാൽ പണിയാണെന്നും സൂക്ഷിക്കണമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉപദേശം. 200 പറഞ്ഞാൽ ബുക്കിൽ എഴുതിയേക്കുന്നത്. അപ്പം അത് ഇവിടെയാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. ഒരു ലോഡിന് 200 വെച്ച് 4 ലോഡാ. പിന്നെ എന്തെങ്കിലും അടിച്ചോണ്ട് തേക്കല്ല, തേക്കടിയിലുണ്ട് മഹാണിയാ മണ്ടയ്ക്ക്. അതൊന്ന് ഫണ്ട് വയ്ക്കുന്നൊക്കെ വണ്ടിയുടെ ഇവിടെ നമുക്ക് നമ്പർ ഇന്ന വണ്ടി പിടിച്ചിടാൻ പോയി. ഇങ്ങനെ ആൾക്കാർ പറയാൻ അറിയാതെ ഒരു ലോഡ്, ബാക്കി 3 ലോഡ് ഫുൾ മഹാണി. അത് സാറിന് അറിയാം. ഞാൻ കാറിൽ വരുമായിരുന്നു. ഞാൻ കാറിൽ വന്ന് അവിടെ ഇരിക്കില്ല. അപ്പൻ ഇറങ്ങി. അപ്പനും ലോറി ഡ്രൈവറും കൊണ്ട് ഇറങ്ങി. വേറെ കൂടുതലുള്ള ആൾക്കാർ പോലും അറിയുന്നു. ഭാരമല്ലോ കയറി വന്നല്ലേ. സാറിൻ്റെ പേര് സുനിലേ. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീരാജ്, ഞെട്ടിക്കുന്ന സംഭാഷണമാണ്. നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഈ വിധത്തിലുള്ള കൈക്കൂലി ഇടപാടുകൾ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു നമുക്ക് സമീപകാലം വരെ ഉണ്ടായിരുന്ന ബോധ്യം. പക്ഷേ ആ ബോധ്യത്തെ അട്ടിമറിക്കുന്ന വ്യക്തമായ ദൃശ്യങ്ങൾ സഹിതമുള്ള ശബ്ദരേഖയോട് കൂടിയ തെളിവാണ് ഇപ്പോൾ ശ്രീരാജ് പുറത്തുവിട്ടിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥർ? ഇതൊരു വലിയ ഗൂഢാലോചനയാണോ ഇതിന് പിന്നിൽ? വർഷങ്ങളായി നടക്കുന്ന ഒരു ഇടപാടാണ് ഇത്തരത്തിൽ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലൂടെ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള തടികൾ നികുതി വെട്ടിച്ച് കടത്തുന്നത്. ചന്ദനം, ഈട്ടി, തേക്ക് ഉൾപ്പെടെയുള്ള തടികളാണ് ഇത്തരത്തിൽ കടത്തുന്നത്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ തമിഴ്നാട് കേരള അതിർത്തിയിലെ ഇന്റർസ്റ്റേറ്റ് ചെക്ക് പോസ്റ്റുകളിൽ ഒന്നാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്. ഈ വനമേഖലയുടെ പ്രത്യേകത മറയൂരും അതുപോലെ തന്നെ ആര്യങ്കാവിലെ വനമേഖലയുമാണ്. ചന്ദനം സ്വാഭാവികമായും കിളിച്ചു വരുന്ന തടികളുള്ള മരങ്ങളുള്ള വനമേഖല. അപ്പോൾ അത്തരത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ്, അത്രയും പ്രാധാന്യമുള്ള ഒരു ചെക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിൽ തേക്കും ചന്ദനവും ഈട്ടിയും ഉൾപ്പെടെയുള്ള വൻ മരങ്ങൾ തടിക്കഷ്ണങ്ങളായി മുറിച്ച് മറ്റ് വില കുറഞ്ഞ തടികളോടൊപ്പം തമിഴ്നാട്ടിലേക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും നിർബാധം കടത്തുന്നത്. അതിന് ഏറ്റവും വലിയ നമ്മളെ ഞെട്ടിക്കുന്ന സംഭവം അതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സംഭാഷണ ശകലങ്ങളാണ്. ഇത്തരത്തിൽ തടി കടത്തുന്നവർക്കുള്ള ഉപദേശം നൽകുകയാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. അതിൽ കൃത്യമായി ആ ശബ്ദരേഖയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പുറത്താരും അറിയരുത്, കൂടെയുള്ളവരോട് പോലും ഈ കാര്യങ്ങൾ പറയരുത്, പിടിക്കപ്പെട്ടാൽ വലിയ പണി കിട്ടും, സ്ക്വാഡിന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ വലിയ പണി കിട്ടുമെന്നടക്കം ഈ ഉപദേശം നൽകുകയാണ് ഇത്തരത്തിലുള്ള തടിക്കടത്തുകാർക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. സ്ക്വാഡ് എന്ന് പറയുമ്പോൾ വനംവകുപ്പിന്റെ തന്നെ ഫ്ലൈയിങ് സ്ക്വാഡ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള തടികൾ കടത്തുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട്. അത്തരത്തിൽ വനംവകുപ്പിന്റെ തന്നെ ഫ്ലൈയിങ് സ്ക്വാഡ് കണ്ടു കഴിഞ്ഞാൽ വലിയ പണി കിട്ടും. അത്തരത്തിൽ അവരുടെ മുന്നിൽ പെടരുത് എന്നുള്ള ഉപദേശമെല്ലാം നൽകുകയാണ് ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ തടിക്കടത്തുകാർക്ക് ചെയ്തു കൊടുക്കുന്നത്. ലോഡിനനുസരിച്ച് ഒരു ലോഡിന് ഇത്ര രൂപ എന്ന കണക്കിനാണ് ഇവർ പണം ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നത്. കൃത്യമായി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഉള്ള ദിവസങ്ങൾ നേരത്തെ കൂട്ടി ഇത്തരത്തിലുള്ള തടിക്കടത്തുകാർക്ക് പറഞ്ഞു കൊടുക്കും. ശേഷം ആ ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയിലുള്ള ദിവസം രാത്രിയിലാണ് ഇവർ ഇത്തരത്തിൽ തടി കടത്തുക. തേക്കും ഈട്ടിയും ചന്ദനവും ഉൾപ്പെടെയുള്ള തടികളാണ് ഇത്തരത്തിൽ നിർബാധം കടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങൾ വിലയുള്ള മരത്തടികൾ നികുതി വെട്ടിച്ചുകൊണ്ടാണ് പുറം സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നത്. നമ്മൾ തന്നെ ന്യൂസ് മലയാളം തന്നെ കോന്നിയിൽ നിന്നും കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള ഈട്ടിയും തേക്കും അടക്കമുള്ള വൻ മരങ്ങൾ, ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടതായുള്ള വാർത്തകൾ നൽകിയിരുന്നതാണ്. അന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം ആ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നും സ്ഥലം നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണമെന്നൊരു നിലപാടായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അക്കാലത്ത് സ്വീകരിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള തടി മോഷണം അല്ലെങ്കിൽ തടി മുറിച്ചു കടത്തുന്ന പ്രവൃത്തി നിർബാധം ഇപ്പോഴും തുടരുകയാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്തരത്തിൽ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലൂടെ തടി കടത്തുന്നതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ദൃശ്യങ്ങളിൽ സൂചിപ്പിക്കുന്നത്.
അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ടല്ല ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത്. പകരം അവരുടെ ഒത്താശയോടുകൂടി നിർബാധം അവരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ തടി കടത്തുന്നത്. വർഷങ്ങളായിട്ടുള്ള തടി കടത്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ സൂചിപ്പിക്കുന്നത് പോലെ ലോഡിന് ഇത്ര രൂപ എന്ന കണക്കിനാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ പണം പിരിക്കുന്നത് ഈ തടിക്കടത്തുകാരുടെ കയ്യിൽ നിന്നും. ശേഷം ഈ മഹാഗണി ഉൾപ്പെടെയുള്ള തടികൾ കൊണ്ടുപോകുന്ന ലോറിയിൽ വില കുറഞ്ഞ തടികൾ, താരതമ്യേന വില കുറഞ്ഞ തടികൾ കൊണ്ടുപോകുന്ന ലോറിയിൽ ഏറ്റവും അടിയിലായി ഇത്തരത്തിൽ ചന്ദനം ഉൾപ്പെടെയുള്ള തേക്കും ഈട്ടിയും ഉൾപ്പെടെയുള്ള തടികൾ കടത്തുകയും സൂക്ഷിക്കുകയും ഇത് മുഴുവനും ടാർപ്പയിട്ട് മറച്ചുകൊണ്ട് പുറമേ നോക്കുമ്പോൾ വില കുറഞ്ഞ സാധാരണ തടികളാണെന്ന് തോന്നിക്കത്തക്ക വിധമാണ് ഇവർ തടിക്കടത്ത് നടത്തുന്നത്. വർഷങ്ങളായിട്ടുള്ള തടിക്കടത്തിന് എല്ലാ ഒത്താശയും ചെയ്യുന്നത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും ഓഡിയോ സന്ദേശവുമാണ് നമുക്കതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഇപ്പോഴും പണം വാങ്ങി ചെക്ക് പോസ്റ്റുകളിൽ പണം വാങ്ങി നിർബാധം അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന, മരക്കടത്തിന് കൂട്ടുനിൽക്കുന്ന, മറ്റ് നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. കേരളത്തിൽ നിന്ന് പുറത്തേക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്കും ഇത്തരത്തിൽ നികുതി വെട്ടിച്ചുകൊണ്ട് പലതരത്തിലുള്ള ലക്ഷങ്ങൾ വില വരുന്ന തടികൾ കടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചതും. തുടർന്ന് നടത്തിയ അല്ലെങ്കിൽ അന്വേഷണത്തിൽ നമ്മൾ തന്നെ പലരോടും ചോദിച്ചു മനസ്സിലാക്കിയ കാര്യത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ വർഷങ്ങളായി ഇത്തരത്തിൽ തടി കടത്തുന്നുണ്ട് എന്ന കാര്യം, ലക്ഷങ്ങൾ വിലയുള്ള തടി കടത്തുന്നുണ്ട് എന്ന കാര്യം നമുക്കും ബോധ്യപ്പെട്ടത്. അത് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ബിനിൽ.